പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. നാം പുതുവർഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ 2025 ജനുവരി മാസം 2-ാം തീയതി കർത്താവ് നമ്മെ ഓരോരുത്തരെയും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി നമ്മെ നിർത്തിയതോർത്ത് നമുക്ക് നന്ദി പറയാം. പുകഴ്ചയ്ക്കോ പ്രശംസയ്ക്കോ ഒന്നും അല്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന തിരുവെഴുത്തുകളെ വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളെ അറിയിക്കുവാൻ അടിയനും ഈ ഭൂപ്പരപ്പിൽ ഒരവസരം കൂടെ ഒരുക്കിയത് ഓർത്ത് അടിയൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാരംഭമായി ഓർപ്പിക്കുന്നു. അടിയനെ പ്രിയപ്പെട്ടവളെയും ദാനമായി തന്ന 3 കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എന്ന് പ്രാരംഭമായി പറഞ്ഞുകൊണ്ട് അടിയനെ ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 1-2 ചിന്തകൾ തരുവാനായി താല്പര്യപ്പെടുന്നു. അതിനാധാരമായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ തിരുവെഴുത്തെന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ തന്ന് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. അവിടെ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു തിരുവെഴുത്താണ്. പലരും പ്രസംഗിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഇതിനകത്ത് അനേക വ്യാഖ്യാനങ്ങളുണ്ട്. ആ വ്യാഖ്യാനത്തോടൊപ്പം ഞാൻ അതിലേക്കൊന്നും കിടക്കാതെ ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് ചലിക്കാതെ കിടക്കുന്നതിന് ചലിപ്പിച്ച് ഉയർത്തുന്ന ദൈവം. ചലിക്കാതെ കിടക്കുന്നതിനെ ചലിപ്പിച്ച് ഉയർത്തുന്ന ദൈവം. വിശുദ്ധ തിരുവെഴുത്ത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വായിച്ച തിരുവെഴുത്ത് രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പ്രവാചക ശിഷ്യന്മാരിൽ ചിലർ 50 പേരുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രവാചക ശിഷ്യന്മാർ എലീശയോട് പറയുന്ന ഒരു ദൂതാണ് ഇന്ന് എടുക്കുന്നതെങ്കിലും അതിൻ്റെ 6-7 വാക്യമാണ് മെയിനായിട്ടുള്ള ഭാഗം. അങ്ങനെ ഞാൻ ഓടിച്ചു പോവുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: അയ്യോ യജമാനനെ, കോടാലി ഊരി വെള്ളത്തിൽ വീണു, അത് വായ്പ വാങ്ങിയതാണ്. പ്രവാചകൻ ചോദിക്കുന്നു, എവിടെ വീണു? അപ്പോൾ വീണ സ്ഥലം കാണിച്ചു കൊടുത്തു. പ്രവാചകൻ കോലുവെട്ടി എറിഞ്ഞപ്പോൾ ആ കോടാലി ചലിക്കാതെ കിടന്ന, ചെളിക്കകത്ത് കിടന്ന, അല്ലെങ്കിൽ യോർദാനിൽ വീണ, ആ വെള്ളത്തിൽ വീണ ആ കോടാലി പൊങ്ങി വന്നു. മാനുഷിക ചിന്തയിൽ ഒരു കൊമ്പ് വെട്ടി എറിഞ്ഞാൽ ഒരു കോടാലിയും പൊങ്ങി വരത്തില്ല. 1-2 ചിന്തകൾ ഓടിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നു. ജീവനില്ലാതെ ചലിക്കാതെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് വീണ ഇരുമ്പ് കോടാലി, മരം മുറിക്കുവാൻ കൊണ്ടുപോയ കോടാലി ഊരി താഴെ വീണു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചക ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം തീരെ ഇടുക്കമായിരിക്കുന്നു. ഇടുക്കമാകാനുള്ള കാരണം ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഈ 2025 നാം ഇടുക്കമായിരിക്കുന്നെങ്കിൽ അതിന് കാരണമുണ്ട്. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ 15 വരെ വായിച്ചാൽ കുഴപ്പമില്ല. 10 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്തു നിന്നു.
അപ്പോൾ പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ അവർക്കെതിരെ ദൂരത്തു നിന്നു. എലീശയെ നോക്കിക്കേ, 2:1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയേ. ഗിൽഗാൽ, ബഥേൽ, എരികോ, യോർദാൻ, ഇവിടെയൊക്കെ കൂടെ ഏലിയാവ് പോകുമ്പോൾ ഏലിയാവിൻ്റെ കൂടെ നടന്ന ഏലിയാവിൻ്റെ അവൻ നിന്നാണ്, നീ ഇവിടെ നില്ല്, ഇവിടെ നില്ല്, ഇവിടെ നില്ല്, ഇവിടെ നില്ലെന്ന് 3-4 പ്രാവശ്യം പറയും. ഗിൽഗാലിൽ ഇവിടെ നില്ല്, ബഥേലിൽ ഇവിടെ നില്ല്, ലൂസ് ഇവിടെ നില്ല്, യോർദാൻ ഇവിടെ നില്ല് എന്നൊക്കെ പറയുമ്പോൾ എരികോ, യോർദാൻ, ഇങ്ങനെ 4 നില്ല് നില്ല് നില്ല്, നീ ഇവിടെ നില്ലെന്ന് പറയുമ്പോൾ യഹോവയാണ്, ഞാൻ നിന്നെ വിടത്തില്ല, എനിക്ക് നിന്നിൽ നിന്ന് പ്രാപിക്കേണ്ടത് ചിലത് പ്രാപിക്കണം. ഇന്ന് ഈ പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് അറിയിക്കുന്ന ദൂത്, നിന്റെ ജീവിതത്തിലെ ഇടുക്കം മാറണമെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് നീ ദൂരെ നിന്നാൽ നിനക്ക് വിടുതൽ കിട്ടത്തില്ല. വിടുതൽ കിട്ടണമെങ്കിൽ, നിന്റെ ഇടുക്കം മാറണമെങ്കിൽ നീ ഏലിയാവാം ദൈവത്തോട്, ഏലിയാവിനോട് ചേർന്ന് നടന്ന എലീശയെ പോലെ ഈ 2025 ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടെ ദൂത് വിളിച്ചു പറയുന്നു. അബ്ദൽ ഖമന ഘടകക്ഷസി, എന്താണ് ദൂതെന്നറിയണമോ? അവർ ദൂരത്ത് നിന്നവരുടെ ജീവിതത്തിൽ ഇടുക്കം. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ മതി. 1 മുതൽ 7 വരെയുള്ള കാര്യങ്ങൾ. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇടുക്കം മാറാൻ ഞാൻ എന്ത് ചെയ്യണം? ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4:9-10 എബ്ബേസിൻ്റെ ജീവിതത്തിൽ ഇതുപോലെയാ. അവൻ ഇടുക്കുക. പക്ഷെ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചു, യഹോവേ, നിന്റെ എൻ്റെ അതിരുകളെ ഒന്ന് വിശാലത വരുത്തണം. ഈ 2025 പ്രവചനാത്മാവിൽ വചനത്തിൽ കൂടെ ദൂത് പറയാം, ഇടുങ്ങിക്കിടക്കുന്ന ചില അവസ്ഥകൾക്ക് സ്വർഗത്തിലെ ദൈവം മാറ്റം വരുത്തും. പ്രശ്നമില്ല, പ്രതികൂലമില്ല, കട്ടതയില്ല, യുദ്ധമില്ല, ക്ഷാമമില്ല, ഭൂകമ്പമില്ല എന്നൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും മഹാവ്യാധിയുണ്ട്. ഈ 2025 തന്നെ മഹാവ്യാധിയുണ്ട്. മഹാവ്യാധി പടർന്നു പിടിക്കും. അനേകർ മരിക്കും, അനേകർ രോഗികളായിത്തീരും. പക്ഷേ അതിന് മധ്യത്തിലും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ഭക്തൻ, ദൈവത്തെ വിളിക്കുന്ന ദൈവഭക്തന്മാർക്ക് സ്വർഗത്തിലെ ദൈവം വിടുതൽ കൊടുക്കുകയും ചെയ്യും. അതാണ് തിരുവെഴുത്ത്. കുറവുകളെ ഓർക്കാതെ കുറവുകളെ പരിഹരിച്ച് വചനത്താൽ, വചനത്താലും ആത്മാവിനാലും വിശുദ്ധീകരിച്ച് ദൈവജനത്തെ നയിക്കുന്ന ഒരു ദൈവം, നടത്തുന്ന ദൈവം, കരം പിടിക്കുന്ന ദൈവം, ഉയർത്തുന്ന ദൈവം. ആ ഉയർത്തുന്ന ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നാസറേയനായ യേശു ക്രിസ്തു മാത്രമാണ്. ധൈര്യമായിട്ട് എനിക്ക് വിളിച്ചു പറയാം. അപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ പ്രവാചക രാജാക്കന്മാർക്ക് 6-ാം അധ്യായത്തിലേക്ക് വരുന്നു. അവിടെ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം തീരെ ഇടുക്കമായിരിക്കുന്നു. കാരണം വചനം അറിയാം, പ്രവചനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മറ്റേ ഇടുക്കം മാറുന്നില്ല. ഇടുക്കം മാറണമെങ്കിൽ നീ ദൈവകൃപയിലേക്ക് കയറി വരണം. ദൈവകൃപയിലേക്ക് കയറി വരാത്തിടത്തോളം കാലം നിന്റെ ഇടുക്കം മാറത്തില്ല. ഇടുക്കം മാറണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കണം. ഏലിയാവ് എലീശയോട് കൂടെ നടന്നതുപോലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൂടെ നടക്കണം. 5:21 മുതൽ നാം പഠിക്കുമ്പോൾ 27 വരെ ഹാനോക്ക് കുടുംബത്തെ നോക്കി പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എങ്കിലും ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്കിനെ പറ്റി നോക്കുകയാണെങ്കിൽ കൂടെ നടന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ആ തലമുറയിൽ 36:8-9 ദൈവത്തോട് കൂടെ നടന്നു. എൻ്റെ ചിന്താവിഷയം എന്താണ്? ദൈവത്തോട് കൂടെ നടന്നവന് അവനെ മാനിച്ചു, അവൻ്റെ തലമുറകളെ മാനിച്ചു. ആദാമിൻ്റെ സന്തതിയിൽപ്പെട്ട സകലതും നഷ്ടപ്പെട്ടപ്പോഴും നോഹയും കുടുംബത്തെ, ദൈവത്തോടു കൂടെ നടന്നവൻ്റെ കുടുംബത്തെ ദൈവം മാനിച്ചു. പറയാം ദൈവത്തിൻ്റെ ആലോചന. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 6-ാം അധ്യായം, രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ചേർത്ത് വായിച്ചാൽ അവിടെ നിങ്ങൾക്ക് കാണാം. 4 പ്രാവശ്യം നീ ഇവിടെ നില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്നില്ല.
അവിടെ ചെന്നപ്പോൾ യോർദാനിൽ ചെന്നപ്പോൾ പറഞ്ഞു, നീ ഇവിടെ നില്ലെന്ന് പറഞ്ഞു. നിന്നില്ല. എനിക്ക് എൻ്റെ ആത്മാവ് അക്കരെ കയറിയപ്പോഴാ ഏലിയാവ് പുതപ്പ് മടക്കി അടിച്ച്, അർത്ഥവയിടകൽക്കവനം പുതപ്പ് മടക്കി അടിച്ച്, ആമൻ അവിടെ എഴുതിയിരിക്കുന്ന പദം അങ്ങനെയാ, പുതപ്പ് മടക്കി അടിച്ച് യോർദാനെ രണ്ടാക്കി മാറ്റി അക്കരെ കയറിയപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ എലീശേനെ വിടുന്നത് കാണുന്നില്ല, അവൻ വിടത്തില്ല എന്ന് മനസ്സിലായി ഏലിയാവ്. യോർദാൻ കടന്ന രണ്ടുപേരും അക്കരെ കയറിയപ്പോൾ, ചെല്ലേണ്ടിടത്ത് ചെന്നപ്പോൾ, തന്നെ എടുക്കേണ്ട സ്ഥലത്ത് ചെന്നപ്പോൾ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം, നീ പറക. ബർത്തിമായിയോട് യേശുക്രിസ്തു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം, പറക. മർക്കോസ് 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ബർത്തിമായി പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം, എനിക്ക് നിന്നെ കാണണം. ഇത്രയും നാൾ ആരെയും കാണാൻ കഴിഞ്ഞില്ല, എനിക്ക് ആദ്യമായിട്ട് നിന്നെ കാണണം. ഏലിയാവ് എലീശയോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? ഉടനെ പറഞ്ഞു, എനിക്ക് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് തരണം. സംഖ്യാപുസ്തകം 11-14 മുതൽ പഠിക്കുമ്പോൾ, താഴോട്ട് പഠിക്കുമ്പോൾ അവിടെ കിടക്കുന്ന മോശയിൽ പകർന്നിരുന്ന ദൈവകൃപ 11-14 മുതൽ, നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവകൃപയെ കുറെ എടുത്ത് ഞാൻ 70 പേർക്ക് കൊടുക്കും. അപ്പോ വളരെ ശ്രദ്ധിക്കണം, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. അപ്പൊ ഏലിയാവിന് പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഉണ്ടെങ്കിലേ മുന്നോട്ട് ശുശ്രൂഷിക്കാൻ കഴിയത്തുള്ളൂ. 2025 ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്ത് 8-ാം അധ്യായം 9-ാം അധ്യായം 10-ാം അധ്യായത്തിൽ തൈലപാത്രത്തിൽ അഭിഷേകം ചെയ്ത് 10-ാം അധ്യായത്തിൽ പ്രവചനമൊക്കെ പറഞ്ഞ പുള്ളി 13-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ കൃപ നഷ്ടപ്പെട്ടിട്ട് 31 അധ്യായം വരെ ശുശ്രൂഷ ചെയ്തു. പക്ഷെ 2 വർഷമേ കൃപയുള്ളായിരുന്നു. ആ കൃപ കൊണ്ട് ശുശ്രൂഷിച്ച് അവൻ 31-ാം അധ്യായത്തിൽ അപ്പനും മക്കളും എല്ലാം മരിച്ചു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായം എങ്ങനെ മരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെ മരിച്ചെന്ന് ഇവിടെ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ശുശ്രൂഷിച്ച് മരിക്കാനല്ല, ശുശ്രൂഷിച്ച് ജീവൻ പ്രാപിച്ച് ശക്തി പ്രാപിച്ച് തേജസ് പ്രാപിച്ച് ആ നിത്യതയിലേക്ക് പോകാനാ 2025 ദൂത്. 2024 ശുശ്രൂഷിച്ചത് കൊണ്ട് 2025 ശുശ്രൂഷിക്കാൻ ഇരിക്കരുത്. ഇരട്ടി പവർ പ്രാപിക്കണം. ചലിക്കാത്തതിനെ ചലിപ്പിക്കണമെങ്കിൽ എസ്കേൽ പ്രവചനം 47-ന്റെ 1 മുതൽ 15 വരെയുള്ള ഭാഗം കൂടെ വായിക്കണം. ചലിപ്പിക്കണമെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല, നിങ്ങൾക്കൊരു ചിന്ത തരുന്നെന്നുള്ളത്. ഇരുന്ന് വായിക്ക്, ദൈവവചനം പഠിക്ക്, ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യ്, ദൈവവചനം ധ്യാനിച്ച് ദൈവവചനത്തിൽ സങ്കീർത്തനം 34:8 പറയുന്നത് പോലെ അവൻ യഹോവ നല്ലവനെന്ന്, ദൈവം നല്ലവനെന്ന്, യേശുക്രിസ്തു നല്ലവനെന്ന് രുചിച്ചറിയാൻ തയ്യാറാകണം. ഞാൻ എപ്പോഴും പറയുമ്പോൾ 4 കാര്യം പറയാറുണ്ട്. സങ്കീർത്തനം 34:8 യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. യിരെമ്യാ 9:24 ദൈവത്തിന്റെ ദയ സൃഷ്ടിപ്പ് സകലത്തെ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് അവനെ ഗ്രഹിച്ചറിയണം. റോമർ 12:2 ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. ഫിലിപ്പിയർ 3:10, 11, 12 ഞാൻ യേശുക്രിസ്തുവിന്റെ കട്ടതയും കൂട്ടായ്മയെ കുറിച്ച് ഞാൻ അനുഭവിച്ചറിയുന്നു. രുചിച്ചറിഞ്ഞവൻ തെറ്റിപ്പോയപ്പോൾ, ഗ്രഹിച്ചറിഞ്ഞവൻ തെറ്റിപ്പോയപ്പോൾ, യിരെമ്യാ 20-ാം അധ്യായത്തിൽ പുറപുറത്ത് ശപിച്ച് തെറ്റിപ്പോയപ്പോൾ, ദുരാമനയാറകൽക്കമനം തിരിച്ചറിഞ്ഞ പത്രോസ് തെറ്റിപ്പോയപ്പോൾ അനുഭവിച്ചറിയുന്നവൻ പറയുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2:6-7 എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു,
ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല, ക്രിസ്തു യേശുവിൽ പ്രിയം വച്ച ഏവർക്കും തന്നെ. കള്ളുകുടിയൻ അച്ചായൻ്റെ ദേഹത്ത് മണ്ടയ്ക്ക് കയറ്റി ചത്ത് കഴിഞ്ഞ് വയ്ക്കാനുള്ളതല്ല, ജീവിച്ചിരിക്കുമ്പോൾ പറയാനുള്ളതാ. എൻ്റെ നിര്യാണകാലം അടുത്ത് ഭക്തന്മാർക്കറിയാം, അവരുടെ മരണം അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. എപ്പോ മരിക്കണമെന്ന് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പം വിളിക്കും, പോകും. സ്തോത്രം. യോബിന്റെ 10 മക്കളും മരിച്ചു കഴിഞ്ഞപ്പോ യോബ് പറഞ്ഞു 2-ാം അധ്യായത്തിൽ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ പെന്തക്കോസ്തുകാര് പറയും, യഹോവ തന്നു, പിശാച് എടുത്തു, പിശാചിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന്. എന്ത് പറഞ്ഞാലും പിശാച്. വാഹന അപകടത്തിൽപ്പെട്ട ഒരു ദൈവദാസൻ മരിച്ചാലും പിശാച്, പനി വന്ന് മരിച്ചാലും പിശാച്, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചാലും പിശാച്, രോഗം വന്ന് മരിച്ചാലും പിശാച്. എങ്കിൽ പിന്നെ യേശുവിനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം പിശാച്, 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 പിശാച്. സകല നാമത്തിലും മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുന്ന ആ യേശു ക്രിസ്തുവിന്റെ നാമം. ഫിലിപ്പിയർ 2:1-6 മുതൽ താഴോട്ട് വായിച്ചാൽ 10 വരെ വായിച്ചാൽ മതി. ഒരിക്കൽ എല്ലാവരും യേശുവിനെ കർത്താവെന്ന് പറയേണ്ട സമയം വരും. വിഷയത്തിലേക്ക് വരട്ടെ. പലരും പറയുന്നൊരു കുഴപ്പം, ഇയാളെ എടുക്കുന്ന പോയിന്റിൽ നിൽക്കത്തില്ല. ഇല്ല, ആത്മാവ് എടുക്കുന്ന പോയിന്റിൽ നിൽക്കുന്നില്ല. ആത്മാവ് പറയുന്നത് പോലെ മുന്നോട്ട് പോകും. കേൾക്കാൻ ചെവിയുള്ളവൻ കേട്ടാൽ മതി. ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് 1400 പേരുണ്ടായിരുന്നതാ. കേട്ട് ഇപ്പോൾ 900 ചില്ലുവാനേ ഉള്ളൂ. കാരണം കുറവുകളെ അങ്ങോട്ട് വെളിപ്പെടുത്തുമ്പോ ഇതിലും കുറഞ്ഞോട്ട് കുഴപ്പമില്ല. ഒരാളെങ്കിലും മാനസാന്തരപ്പെട്ടാൽ, ഒരാളെങ്കിലും രക്ഷയിലേക്ക് വന്നാൽ, ഒരാളെങ്കിലും വിശ്വാസ സ്നാനം സ്വീകരിച്ചാൽ, ഒരാളെങ്കിലും ദൈവസഭയോട് ചേർന്നാൽ, അതിൽ കൂടുതൽ ഭാഗ്യമൊന്നുമില്ല. 10,000 എണ്ണം പഴുത്തളിഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു 100 എണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത്? നിന്റെ സഭയിൽ എത്ര ഉണ്ട്? എൻ്റെ സഭയിൽ 10,000. നിന്റെ സഭയിൽ എത്ര ഉണ്ട്? 5,000. നിന്റെ സഭയിൽ എത്ര ഉണ്ട്? 20,000. നിന്റെ സഭയിൽ എത്ര ഉണ്ട്? 2,000. നിന്റെ സഭയിൽ എത്ര ഉണ്ട്? 100. മതി? വേണ്ട, 10 മതി. 10 മതിയെന്നേ. കർത്താവ് പറഞ്ഞ 2-3 പേരെന്നോ 2,000 കൂടുന്നിടത്ത് വരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് അവിടുത്തെ പ്രവൃത്തി പോലെ ഇരിക്കും, അവിടുത്തെ നടത്തിപ്പ് പോലെ ഇരിക്കും. യേശു ക്രിസ്തു 10,000 പേരുടെ ഇടയിൽ ഇറങ്ങണോ എന്നുള്ളത് അവിടുത്തെ 10,000 പേര് കൂടുന്നിടത്ത് നോക്കി അറിയാം. വാട്ടീസ് അടിച്ചിട്ട് എത്ര എണ്ണം ഉണ്ട്, ഖാജാബീഡി വലിച്ചിട്ട് എത്ര എണ്ണം വന്ന് നിപ്പുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അവിടെ പോയാൽ അതിലൊന്നും കുഴപ്പമില്ല. ദൈവവചനം കേൾക്കട്ടെ, നല്ലതാണ്. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു പദമാണ് ഇടുക്കം. 2024 ദൈവദാസന്മാരെ, ദാസിമാരെ, വിശ്വാസ കുടുംബങ്ങളെ, ലോകത്തിൽ 5 വൻകരയിലും ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാരെ, നമ്മുടെ ഇടുക്കം മാറിയില്ല എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഒന്നുകിൽ നിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നം, ഇല്ലെങ്കിൽ നിന്റെ തലമുറകളിൽ പ്രശ്നം, ഇല്ലെങ്കിൽ നിന്റെ സഭയിൽ പ്രശ്നം, അല്ലെങ്കിൽ നീ പാർക്കുന്ന ദേശത്ത് പ്രശ്നം.
എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണം അതിന് പ്രാർത്ഥിക്കുക. എൻ്റെ ഇടുക്കം മാറാൻ രാജാക്കന്മാർക്ക് എഴുതിയ 2 പുസ്തകം 2:7 പറയുന്നത് പോലെ എൻ്റെ ഇടുക്കൻ മാറാൻ ഏലിയാവിൻ്റെ കൂടെ ഇരട്ടി പവർ പ്രാപിക്കുവാൻ 4 സ്ഥലത്ത് നില്ല് എന്ന് പറഞ്ഞിട്ടും കൂടെ നടന്ന വിലക്കുണ്ടായിട്ടും കൂടെ നടന്നവന്റെ പ്രത്യാശ എന്താണ്? 11 പേരോടുകൂടെ അവൻ 12ാമത് ഏർകാളയെ ഏർകാളയെ വെച്ച് ഉഴുതുകൊണ്ടിരുന്ന എലീശായെ, നിനക്കെന്താ? നീ സകലതും വെട്ടിക്കീറി പാകം ചെയ്ത് കാളയെ അറുത്ത് ജനത്തിന് തിന്നാൻ കൊടുത്ത് നീ ഉഴുതുകൊണ്ടിരുന്ന കലപ്പയെ വെട്ടിക്കീറിയതുപോലെ അർത്ഥവൈഡകൽക്കമന എല്ലാം വിട്ടിറങ്ങിയ നിനക്കെന്താ ഇത്ര ദാഹം? ഇരട്ടി കൃപ പ്രാപിക്കണമെന്ന് എല്ലാവരെയും വിട്ടിറങ്ങിയ ദൈവദാസന്മാരെ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാരെ എല്ലാവരെയും വിട്ട് നീ ഇറങ്ങിയെങ്കിൽ ഓർത്തോ, നിന്റെ ഒരേ ഒരാഗ്രഹം ഇങ്ങനെ ആയിരിക്കണം. ആ ഏലിയാവിൽ നിന്ന് എലീശ ഇരട്ടി പവർ പ്രാപിച്ചത് വെറുതെ അല്ല. ഗിൽഗാൽ, ബെഥേൽ, യെരിഹോ, യോർദാൻ ഇതെല്ലാം കടന്ന് അക്കരെ ചെന്നപ്പോൾ ഒരു ചോദ്യം, ഈ 4 സ്ഥലത്ത് ചോദിക്കാത്ത ഒരേ ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്ത് തരണം? ഈ ദൂത് കേൾക്കുമ്പോൾ ഇടുക്കത്തിലും ഞെരുക്കത്തിലും ഇരിക്കുന്ന ദൈവമക്കൾ, വിശ്വാസ കുടുംബങ്ങൾ, സാമ്പത്തികമായി ഇടുക്കമാണോ, ഭവനത്തിൽ ഇടുക്കമാണോ, നിന്റെ ഭവനത്തിനകത്ത് ഇടുക്കമാണോ, എന്തു തന്നെയായാലും ഈ സമയം ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ ഇടുക്കം മാറ്റുവാൻ ഒരുവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ മരിച്ച് കല്ലറയ്ക്കകത്ത് കിടന്നിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇറങ്ങത്തില്ലായിരുന്നു. സ്വത്രം യെരൂശലേമിൽ അനേക കല്ലറകൾ അടഞ്ഞു കിടപ്പുണ്ട്. ലോകത്തിൽ അനേക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ധർമ്മരാജൻ വിളിക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ ദുബായ് ഷിപ്പിൽ തന്നെ ജോലി ചെയ്യുമായിരുന്നു. എനിക്ക് മനസ്സിലായി, മരിച്ച് അടക്കപ്പെട്ട യേശു അല്ല, സ്വത്രം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രസംഗിക്കുന്നതാണ് സുവിശേഷമെന്ന്. ആ വെളിപ്പാട് എൻ്റെ അകത്ത് കയറിയത് കൊണ്ടാണ് ഞാൻ ജോലി വിട്ടിറങ്ങിയത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്കും ആ ഒരു ലക്ഷ്യമുണ്ടാകണം. എൻ്റെ അപ്പൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ നമുക്കൊരു ഭവനം ഒരുക്കുവാൻ അവൻ പോയിട്ടുണ്ട്. അവിടേക്ക് പോകാനുള്ള ഒരുക്കം നമ്മിലുണ്ടാകണം. സ്തോത്രം. 2025 പ്രശ്നമില്ലെന്നൊന്നും ധർമ്മരാജൻ പറഞ്ഞിട്ടില്ല, ദൈവാത്മാവും പറഞ്ഞിട്ടില്ല, മനുഷ്യാത്മാവും പറഞ്ഞിട്ടില്ല, ദൈവാത്മാവും പറഞ്ഞിട്ടില്ല. പക്ഷെ കട്ടതയുണ്ടെങ്കിലും അവിടെ അവിടുത്തെ ഭാഗം രാജാക്കന്മാർക്ക് എഴുതിയ 2 പുസ്തകം 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പ്രോസ്പെരിറ്റി കിടപ്പില്ലേ? പക്ഷെ നീ ചെയ്യേണ്ട, നിന്റെ ഇടുക്കം മാറണമെങ്കിൽ യോർദാനോളം പോയി മരം മുറിക്കണം. ഈ സഭകളിൽ മാത്രം എന്നെ ആരും വിളിക്കണ്ട, അതാ നല്ലത്. വിളിച്ചതൊക്കെ മതി. സ്വത്രം. സഭകളിലൊക്കെ കലക്കം ഉണ്ടാക്കുന്ന അവിടെ ഇരിക്കുന്ന ദൈവാസന്മാരാണ്, പിശാചല്ല. കാരണം ഏവരകത്തോ അവിടെ 3 വർഷത്തേക്ക് വന്നിട്ട് അവിടെ ഇട്ട് കാശുള്ളവനെ എല്ലാത്തിനും കൈക്കലാക്കും, എന്നിട്ട് പാവപ്പെട്ടവരെ ഒരു സൈഡിലാക്കും. മാറ്റം വരുമ്പോൾ മാറണമെന്ന് പറയുമ്പോൾ മാറത്തില്ല. അപ്പോൾ ഈ തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം കൂടെ ചേർന്ന് പറയും മാറ്റണ്ട, അവർ പറയും മാറ്റണമെന്ന്. നമ്മൾ സഭയുടെ മൂപ്പന്മാർക്ക് കീഴ്പ്പെടണ്ടേ, അതനുസരിക്കണ്ടേ, അതിന് ആത്മാവ് വേണ്ടേ? മനുഷ്യൻ തരുന്നതിന് പരിധിയും പരിമിതികളുമുണ്ട്. മനുഷ്യൻ തന്നാൽ പരിധിയും പരിമിതികളും ഉണ്ടെന്ന്. പക്ഷെ എൻ്റെ ദൈവം തന്നാൽ
വറ്റാത്ത ഉറവ നിങ്ങളുടെ ജീവിതത്തിൽ തരും. അല്പം പ്രയാസം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ബെർശേബ മരുഭൂമിയാണെങ്കിൽ അപ്പുറത്ത് ഉൽപ്പത്തി 21:19 ഒരു ഉറവയുണ്ട്. ന്യായാധിപന്മാർ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9 മുതൽ 19 വരെ വായിക്കുമ്പോൾ ശിംശോന്റെ ജീവിതത്തിൽ ഒരു യുദ്ധമുണ്ടെങ്കിൽ അപ്പുറത്ത് എന്തുണ്ട്? ഒരു ലേഖിയിൽ ഒരു ഉറവയുണ്ട്, വറ്റാത്ത ഉറവ. ഒരുപാട് ഉറവകൾ കിടപ്പുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് വറ്റുന്ന ഉറവകളൊക്കെ പോട്ടെന്ന് പോട്ട് നമുക്ക് പിന്നെയും പ്രാർത്ഥിച്ച് കുഴിക്കാം. ഇസഹാക്ക് മാറി മാറി കുഴിച്ചതുപോലെ 2025 നമുക്ക് കുഴിക്കാം. എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം വീണ്ടും എടുത്ത് പറയുക. നമ്മുടെ സബ്ജക്റ്റ് അവിടെയല്ലേ നിൽക്കുന്നത്. 2 ചലിക്കാത്തത് കിടന്ന 2 എണ്ണത്തിനെ മാത്രം പറഞ്ഞു നിർത്തുക. ഒന്ന്, ഇത് പ്രസംഗിച്ച ആത്മീയ ദൂതല്ലേ, ആത്മാവിനാൽ എഴുതപ്പെട്ട വചനമല്ലേ. ഈ വചനം സത്യമാണ്. ഈ വചനം ജീവിപ്പിക്കുന്നതാണ്. ഈ വചനം രോഗികളെ സൗഖ്യമാക്കുന്നതാണ്. ഈ വചനം പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്നതാണ്. ഈ വചനം ഒരു മനുഷ്യന് വഴികാട്ടിയാണ്. ഈ വചനം എങ്ങനെ നല്ലതുപോലെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നതാണ്. അത് മാത്രവുമല്ല, ഈ വചനം പ്രപഞ്ചമനഘടകസി എങ്ങനെ നല്ലൊരു മരണം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു പുസ്തകം ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ തിരുവെഴുത്തുകളാണ്. അപ്പോൾ നമുക്ക് രാജാക്കന്മാർക്ക് എഴുതിയ 2-6 അധ്യായം അവിടെ പറയുന്നു, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം തീരെ ഇടുക്കമാണ്, അതുകൊണ്ട് യജമാനന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം. എന്നൊക്കെ ഒരുപാട് വേഗം എന്ന് പറഞ്ഞാൽ പാപത്താൽ മരണത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ജനങ്ങളെ ദൈവവചനം കൊണ്ടുപോയി വചനമാകുന്ന വാള് കൊണ്ട് മുറിച്ച് പാപത്തിൽ നിന്ന് അവരെ രക്ഷയിലേക്ക് മുറിച്ചു കൊണ്ടുവരണം. പടപ്പുകളെ മുറിക്കണം. കള്ളുകുടിയാകുന്ന പടർപ്പ്, വ്യഭിചാരമാകുന്ന പടർപ്പ്, ബീഡി വലിക്കുന്ന പടർപ്പ്, ഇതിൽ നിന്നൊക്കെ അവരെ അടർത്തിക്കൊണ്ടുവരണം. ചിലർ ചെന്ന് മൂട് വെട്ടും. പക്ഷേ മോള് മുടിച്ചില്ലെങ്കിൽ നിന്ന് ആടും. ലാസർ ഉപദേശിയുടെ ഭാഷയെ പറഞ്ഞ, ദേവദാസന്റെ ഭാഷയെ പറഞ്ഞ, ഇങ്ങനെ നിന്ന് കള്ളു കുടിച്ചിട്ട് നാടുന്നത് പോലെ നിന്ന് ആടും. പിന്നെ എത്ര മരത്തെ കയറി അതിനെ മുറിച്ചിടാൻ പറ്റും? അതിനേക്കാൾ ആദ്യമേ പടർപ്പ് വെട്ടി, ഈ പടർപ്പിനെ വെട്ടി ദൈവസഭയിലേക്ക് കൊണ്ടുവരുവാനാ ഇരട്ടിപ്പവർ വേണ്ടത്. യജമാനന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം എന്ന് പറഞ്ഞത് ഒരുത്തൻ. പോയത് 50 പേരായിരിക്കാം. പക്ഷെ അതിലൊരുത്തൻ്റെ കോടാലി ഊരി വീണു. അവനാ വിടുതൽ കിട്ടിയത്. മനുഷ്യന്റെ വാഴ്ക്കയില്, മനുഷ്യന്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം. പക്ഷേ ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് കരഞ്ഞ്, അയ്യോ എൻ്റെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. യഥാർത്ഥവണ്ണം ഒരു കോടാലി ഉറപ്പിക്കണമെങ്കിൽ, ഒരു ആശാരി, നല്ല ആശാരി എൻ്റെ തച്ചൻ ഉറപ്പിക്കണമെങ്കിൽ, സ്വർഗത്തിൽ പോയ തച്ചൻ ഉറപ്പിക്കണമെങ്കിൽ അത് ഊരില്ല. പക്ഷെ ഇവിടുത്തെ ആശാരിമാർ ഉറപ്പിച്ച ഊരും. കാരണം അവർ 4 ആപ്പ് വയ്ക്കും. പിന്നെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരുപാട് ആപ്പ് വയ്ക്കും. ചിലയിടത്ത് പറയുന്ന പൂളെന്ന് പറയുന്നു, ചിലയിടത്ത് പറയുന്ന ആപ്പെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ ഭാഷ പലതാ. ഈ പുള്ളി, വെട്ടാൻ കയറിയ പുള്ളി, ദൈവകൃപ പ്രാപിക്കാതെ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കോടാലി വായ്പ വാങ്ങിച്ച് ഇവൻ കൊണ്ടുപോയി വെട്ടാൻ തുടങ്ങി. നാട്ടുകാർ മുഴുവനും വെട്ടിയിട്ടിരിക്കുന്ന കോടാലിക്ക് മൂർച്ച കാണുമോ? നാട്ടുകാരെ വെട്ടിയിട്ടിരിക്കുന്ന അവനോ കൃപയില്ല. എന്നാൽ ഈ വെട്ടാൻ പോകുന്നതിന് കൃപ വേണ്ടേ?
വെട്ടാൻ പോകുന്നവന് കൃപ വേണമോ? അവൻ ദൈവകൃപ പ്രാപിക്കാതെ പോകുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് വെട്ടാൻ പാപത്താൽ മരണത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ വൃക്ഷങ്ങളെ മുറിക്കണമെങ്കിൽ ദൈവവചനമാകുന്ന വാള് എബ്രായർ 4:12 നമ്മുടെ കയ്യിലുണ്ടാകണം. ഈ പറഞ്ഞ പടപ്പുകളെ വെട്ടിമാറ്റി റബത്തുനി മനയ അപ്പോ വെട്ടിമാറ്റി ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി വചനം കൊടുത്ത് അവരെ ദൈവസഭയിലേക്ക് കൊണ്ടുവരണം. 25 വർഷമായിട്ട് ഒരാത്മാവിനെ നേടാത്ത പുള്ളികളുണ്ട്. മാറ്റം വരുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ സഭയിൽ എത്ര ഇത്തപ്പനയുണ്ട്? എത്ര ഇത്തപ്പനയുണ്ട്? ഞങ്ങൾ വരാം. ഞങ്ങൾക്ക് ഈ ഗ്രാമങ്ങളിലൊന്നും പോകാനും വയ്യ. പോകുന്ന ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞങ്ങൾക്ക് പോകാൻ വയ്യ, പക്ഷേ ഞങ്ങളിവിടെയൊക്കെ ഇരുന്ന് തിന്നും കുടിച്ചൊക്കെ അങ്ങനെ ഈത്തപ്പനയും തിന്ന് ഈത്തപ്പഴവും തിന്ന് നല്ല ടാങ്കും കലക്കി കുടിച്ച് ഞങ്ങളിവിടെ ഇരിക്കാം. അപ്പൊ വെട്ടാൻ പോയവന്റെ കോടാലി ഊരി വെള്ളത്തിൽ ഞാൻ ചോദിക്കും, 4 അപ്പം ഒരു കോടാലിക്ക് 4 അപ്പം. എൻ്റെ വീട്ടിലും കോടാലി ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഉറപ്പിച്ച് ഊരി കിടക്കുക. ഇപ്പോൾ പുള്ളി എൻ്റെ അടുത്തൊക്കെ കൂടെ പോകുമ്പോൾ സൈഡ് വഴി അങ്ങ് പോകും. ഞാൻ പറയും, നിങ്ങൾ ഉറപ്പിച്ച കോടാലി ഊരി കിടക്കുകയാണല്ലോ. ഉറപ്പിച്ച് തരാം. ഇന്ന് വരെ ഉറപ്പിച്ചിട്ടില്ല, കാരണം അയാൾ ഇനി ഉറപ്പിക്കില്ല. ഇനി ഞാൻ തന്നെ ഉറപ്പിക്കാം, അതാ പറ്റൂ. അപ്പോ വളരെ ശ്രദ്ധിക്കണം. ഈ കോടാലി ഒന്ന് അനങ്ങിയപ്പോ, ഒരനക്കം തട്ടിയപ്പോൾ അതിനെ ഉറപ്പിക്കണ്ടേ? ഇനി മൂർച്ചയില്ലാത്ത കോടാലി കൊണ്ട് വെട്ടിയത് കൊണ്ടല്ലേ ഇത് അനക്കം തട്ടിയത്? സഭാപ്രസംഗി 10:10 എന്താ പറയുന്നത്? ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് നീ അധികം ഇരുമ്പായുധത്തിന് മൂർച്ചയില്ലാഞ്ഞാൽ നീ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചിലർ ഇങ്ങനെ കൈ അടിച്ച് വന്നൊരു 2 മിനിറ്റ് അടിക്കും, അവരങ്ങ് ക്ഷീണിക്കും. എന്ന് പറഞ്ഞാൽ ആത്മാവല്ല അടിക്കുന്നത്, ഇവരങ്ങ് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അടിക്കുന്ന. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 29:31 ഇങ്ങനെ വിളിച്ചു പറയുന്നു, നല്ല മനസ്സുള്ളവരൊക്കെ ഈ സ്തോത്രയാഗങ്ങളെ കൊണ്ടുവന്നു. സ്തോത്രബലി, സ്തോത്രം യാഗമായിട്ട് വരട്ടെ. ഇവിടെ പറഞ്ഞു പോട്ടെ, സമയം ഓടുന്നു. ഇവിടെ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ എന്താ പറയുന്നത്? അയ്യോ, ഈ കോടാലിയുടെ ആപ്പൂരി, എൻ്റെ ഏപ്പൂരി. കോടാലിയുടെ ആപ്പൂരിയപ്പോ അവന്റെ നടുവിൻ്റെ ഏപ്പൂരി എന്ന് പറഞ്ഞാൽ വല്ലവനും വെട്ടി 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 വെച്ചിരുന്നത് എടുത്തുകൊണ്ടായി പുള്ളി പോയത്. തന്നെയല്ല, വായ്പയും വാങ്ങിയിട്ടാ. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 16:1-2 വായിക്കുമ്പോൾ ശമൂവേലിനോട് യഹോവയാം ദൈവം വിളിച്ചു പറയുന്നു, ശമൂവേലേ, നീ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത്? രഗജാലൻ, നീ കൊമ്പിൽ തൈലം നിറച്ചുകൊണ്ട് യിശ്ശായിയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ വീട്ടിൽ നിറയ്ക്കുന്നവനെ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ ഓരോരുത്തന്മാർ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് നിറയ്ക്കില്ല, സഭയിൽ പോകുമ്പോൾ മാത്രമാണ് നിറയ്ക്കുന്നത്. നീ സഭയിലിരുന്ന് നിറച്ചിട്ട് കാര്യമില്ല. വീട്ടിൽ നിന്ന് തല നിറച്ചു വാ, വീട്ടിൽ നിന്ന് അഭിഷേകത്താൽ വാ, വീട്ടിൽ നിന്ന് ആത്മനിറവോടെ വാ, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വാ, വീട്ടിൽ നിന്ന് വചനം ധ്യാനിച്ചിട്ട് വാ. രീകാം തലാതി നഗ നഗ രഹസ്യേ മനയാതി അമ്പം വാ ജനകക്ഷരാദിയ. നീ നിറച്ചിട്ട് വാ. ജനം വിടുതൽ പ്രാപിക്കണമെങ്കിൽ, ജനം പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണമെങ്കിൽ നീ നിറച്ചിട്ട് വാ. അതുകൊണ്ട് ദൈവദാസന്മാരെ ഈ 2025 ഈ മൊബൈൽ മാന്ത് പരിപാടി മാറ്റിവെച്ച്
ആവശ്യമില്ലാത്തത് നോക്കിക്കൊണ്ടിരിക്കാതെ ദൈവവചനം നോക്കി ആത്മനിറവ് പ്രാപിച്ച് എൻ്റെ ഇടുക്കം മാറുവാൻ, എൻ്റെ ഞെരുക്കം മാറുവാൻ, എൻ്റെ ബുദ്ധിമുട്ട് മാറുവാൻ, എൻ്റെ കടഭാരം മാറുവാൻ, എൻ്റെ ശുശ്രൂഷ ആത്മീയ വർധനമുണ്ടാകുവാൻ ദൈവദാസന്മാർ പ്രാർത്ഥിക്കട്ടെ. ഗന്ധരെ മനയാ സംഭവ വാരവാര വൈശ്വസേനക. ഒരാപ്പിന് ഇളക്കം തട്ടിയപ്പോ നീ അറിയണം, നിന്റെ ശുശ്രൂഷയ്ക്ക് സകല ദൈവവചനം വിട്ട് ഇളക്കം തട്ടുമ്പോ നീ അറിയണം. ഇല്ലെങ്കിൽ അടുത്ത ആപ്പ് അടുത്ത കൃപയോട് നിനക്ക് പോകും. 4 കൃപയുള്ള കോടാലി, 4 അപ്പുള്ള കോടാലി. അപ്പെന്ന് പറയുന്ന ചില സ്ഥലത്ത് അറിയത്തില്ല, അതുകൊണ്ട് പൂളെന്ന് പറയുന്നത്. ചില സ്ഥലത്ത് കോഴിക്കോടൊക്കെ പൂളെന്നാണ് പറയുന്നത്. അപ്പോ ഒരപ്പിന് ഇളക്കം തട്ടിയപ്പോൾ ഒരു ആത്മീയ വ്യാഖ്യാനമാണ്. അതിനെ ഉറപ്പിച്ചില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയാർത്ഥം ആവിക്കുரிய ചിന്തന എന്നെ ആവിക്കുரிய ചിന്തന എന്നു കേട്ടാ, അപ്പാ തകപ്പനെ എന്റെ കോടാലിയുടെ ആപ്പ് ഇളക്കം തട്ടിയപ്പാ, ഞാനാകുന്ന കോടാലിയുടെ ആപ്പിന് ഇളക്കം തട്ടി. അപ്പാ ഇത് ഉറപ്പിക്കുവാനുള്ള കൃപை എനിക്ക് താരുക അപ്പാ എന്ന് കേട്ടാൽ കിടക്കും, കൃപ കിടക്കും. ശിംശോൻ ജപിച്ചില്ല, ഈ ഒരു പ്രാവശ്യം എനിക്ക് നീ ശക്തി തരണം. ന്യായാധിപന്മാർ 16-ാം അധികാരം പഠിക്കുമ്പോൾ ഈ ഒരു പ്രാവശ്യം നീ എനിക്ക് ശക്തി തരണം. കൊടുത്തില്ലേ? പക്ഷെ കാഴ്ചപ്പാടും കിട്ടില്ല, പുള്ളി ചാവുകയും ചെയ്തു. അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അപ്പൊ ഇളക്കം തട്ടിയ ശിംശോനെ പോലെ ഇളക്കം തട്ടിയപ്പോഴേ ദൈവം ആലോചനകൾ കൊടുത്തു. ഇനി ഇളക്കം തട്ടുന്നതിന് മുൻപേ ദൈവം ആലോചന കൊടുത്തു, ജനനത്തിന് മുൻപേ ആലോചന കൊടുത്തു. മനസ്സിലാക്കുക. 2025 കയറി. എല്ലാവരും പ്രാർത്ഥിച്ചു, ഞങ്ങളെ ഈ ആണ്ട് കഴിയുവോളം ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സർശ്വാക്കി 22 ഒന്ന് പഠിച്ചാൽ മതി. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ ഞാൻ ഓടി വരട്ടെ. അഗസ്റ്റോരിയാന്തൽ കമന ഘടകക്ഷസി. 1, എൻ്റെ ദൈവമേ, ശുശ്രൂഷയിൽ എനിക്ക് ഇളക്കം തട്ടി, ശുശ്രൂഷത്തിന് വിട്ട് വഴിമാറി മുനമാതിയ. അപ്പൊ ആദ്യത്തെ ആപ്പ് ആട്ടം തുടങ്ങിയപ്പോഴേ മനസ്സിലാകണം. അപ്പൊ നീ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് അതിനേക്കാൾ ഇരട്ടിപ്പാന വല്ലമേ നീ പെറ്റുകൊള്ളണം. ഒരുത്തൻ വ്യഭിചാരവും ചെയ്തിട്ട് ധർമ്മരാജനെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പം ദൈവാത്മാവ് വെളിപ്പെടുത്തി ഇവൻ 7-ാം ക്ലാസ്സിൽ തോറ്റവനാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എഴുന്ന് സ്വോത്ര 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വോത്ര എന്ന്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഒരു ചെറുക്കൻ കുവൈറ്റിൽ നിന്ന് കല്യാണം കഴിക്കാനായിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ സഭയുടെ മൂപ്പൻ പറഞ്ഞു, നീ അഭിഷേകം പ്രാപിച്ചു എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടു, എനിക്ക് അഭിഷേകം കിട്ടിയില്ല. അന്ന് ഒരാഴ്ച ഇവിടുത്തെ പെണ്ണിനെ നിനക്ക് തരണമെങ്കിൽ ഒരാഴ്ച നീ പോയിരുന്ന് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് വന്നു. ഈ പുള്ളി ഒരാഴ്ച ഇരുന്നിട്ട് ഈ പുള്ളിക്ക് അഭിഷേകം കിട്ടിയില്ല. ഈ അഭിഷേകം വേറെയാണ് എങ്കിൽ ഞാനങ്ങ് പറയുക. പരിശുദ്ധാത്മാവ് നിറവ് കിട്ടിയില്ല, അന്യഭാഷ കിട്ടിയില്ല. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൂപ്പൻ എന്ത് ചെയ്യും? ഈ പെണ്ണിനെ കൊടുക്കത്തില്ല. മൂപ്പൻ പറഞ്ഞെങ്കിലേ പെണ്ണിനെ കെട്ടിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ യവൻ വിചാരിച്ച് എന്തായാലും ഞാൻ ഈ അറബി നാട്ടിൽ നിന്നിട്ട്
അന്യഭാഷ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് ചോദിച്ചിട്ട് അവന് മൂപ്പൻ അറബി അറിയത്തില്ല. അതുകൊണ്ട് അവൻ മൂപ്പന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ സ്തോത്രം സ്തോത്രം മൂപ്പൻ പറഞ്ഞു തുടങ്ങും. യവൻ പറയണമല്ലോ സ്തോത്രം 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 എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ യവൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി അറബി ഭാഷ. വാഗ തിനി തലാത്ത അറബ ഹംസ സിത്ത സബ തമാനിയ തിസ അഷ്റ ഇതാഷർ തിനാഷർ തട്ടാഷർ എന്ന് പറഞ്ഞ തട്ടാഷർ അറവാഷർ എന്ന് പറയുന്നതിന് മുമ്പ് മതി 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 നിനക്ക് എൻ്റെ ഈ കൊച്ചിനെ നിനക്ക് തന്നെ തരാം. അറബി അക്ഷരങ്ങളാ അവൻ പറഞ്ഞത്, മൂപ്പനക്ക് தெரியாது. അതുകൊണ്ട് മൂപ്പന്മാരിച്ചിരി അറബി പഠിച്ചിരിക്കുന്നത് നല്ലതാ. അത് അന്യഭാഷയല്ലേ, അവന് പെണ്ണ് കിട്ടണം, അതുകൊണ്ട് അവൻ പറഞ്ഞതാ. ഇവിടെ കണ്ടില്ലേ കോടാലിയുടെ ആപ്പൂരിയിട്ട്. അടുത്ത ഞാൻ ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ നിൽക്കുക, ഈ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുക, സമയം പോയി. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാൽ നമ്മൾ ഡെയിലി മെസ്സേജ് ഇടാൻ തയ്യാറാണ്, ഒരെണ്ണം കാണുന്നില്ല, ഒരെണ്ണത്തിന് സമയമില്ല. सब लोग पैसा का पीछे जाते हैं, पैसा कमाने के लिए जाते हैं. हमको पैसा चाहिए, परमेश्वर नहीं चाहिए. पैसा के लिए परमेश्वर के साथ सामने आके हम लोग प्रार्थना करता हूं. അതുകൊണ്ട് ഞങ്ങൾ പൈസ കപ്പിച്ച ചത്ത് യേശു പറഞ്ഞ് എൻ്റെ പുറകെ വരാന്. ലൂക്ക 9, ലൂക്ക് ചാപ്റ്റർ 9:23. എൻ്റെ പുറകെ വാ, തന്നെത്താൻ നിഷേധിച്ച്. ഞാനൊരു പാട്ട് എഴുതിയപ്പോൾ ഇങ്ങനെ പാടി, യേശുവിൻ്റെ ക്രൂശ് വേണ്ട, എൻ്റെ ക്രൂശ് മതിയെന്ന്. പലരും ചോദിച്ചു അതെന്താ പക്ഷേ എങ്ങനെ പാടിയേ? ഞാൻ പറഞ്ഞു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠനമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ വെയിറ്റ് 85 കിലോ. അവരുടെ പഠനമനുസരിച്ച് യേശുക്രിസ്തു ചുമന്ന പച്ചപ്പൈൻ മരക്കുരിശിൻ്റെ വെയിറ്റ് 150 കിലോ. 85 കിലോ ഉള്ള യേശുക്രിസ്തുവിൻ്റെ തോളിൽ 150 കിലോ പച്ച പൈൻ മരക്കുരിശ് കയറ്റിവെച്ചു. 24 മണിക്കൂർ മുൻപേ ദൈവത്വം പിൻവലിച്ചു. ദൈവം മനുഷ്യനായി മാറി. 24 മണിക്കൂർ രാത്രി മുഴുവനും പിടിച്ച് സന്ധ്യയ്ക്ക് പിടിച്ച് ഉപദ്രവിച്ച് കട്ടപ്പെടുത്തി. പൊട്ടക്കണത്തിൽ സങ്കീർത്തനം 88 പഠിച്ചു നോക്ക്. യേശുക്രിസ്തുവിനെ എവിടെ കൊണ്ടിട്ടിരുന്നു? പൊട്ടക്കണത്തിൽ കൊണ്ടിട്ടിരുന്നു. രാവിലെ പിടിച്ചു കൊണ്ടുവന്ന അത്രയും സമയം ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. അടികൊണ്ട് ശരീരം മുഴുവനും രക്തം വാർന്നൊഴുകി. ഗോൽഗോത്തായിലേക്ക് പോകുമ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വീണ്ടും പറയുന്നു 14 ഇടത്ത് വീണു. അതിൽ 3 സ്ഥലത്ത് കമണ്ണ് വീണപ്പോൾ യഹൂദന്മാർ യേശുക്രിസ്തുവിനൊരു പ്രവചനമാർ യഹൂദന്മാർക്കറിയാം. സങ്കീർത്തനം 34:20 അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല, അസ്ഥികളെല്ലാം യഹോവ ദൈവം സൂക്ഷിക്കുന്നു. അതുകൊണ്ട് യഹോവന്മാർ 3 പ്രാവശ്യം ഈ പച്ച പൈൻ മരക്കുരിശ് യേശുക്രിസ്തുവിൻ്റെ ദേഹത്തോട്ട് തള്ളിയിട്ടു. എന്നിട്ടും ഒരസ്ഥി പോലും ഒടിഞ്ഞില്ല. ഒരു 2025 ജനുവരി മാസം 2-ാം തീയതി പ്രവചനാത്മാവിൽ ഒരു ദൂത് പറയാം, നിനക്ക് നിന്റെ തലമുറകൾക്കും വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ യെഹെസ്കേലേ പ്രവചിച്ച് നീ കൈകൊട്ടുക. നിന്റെ ഒരസ്ഥി ഒടിഞ്ഞു പോകത്തില്ല. വിശ്വസിക്കുന്ന ദൈവ മക്കൾ ഇത് ഏറ്റെടുക്ക്. വിശ്വസിക്കുന്നവർ ഇത് ഏറ്റെടുക്ക്. നിനക്ക് പ്രവചനം ഉണ്ടെങ്കിൽ, നിന്റെ തലമുറകൾക്ക് പ്രവചനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്നെ ഉന്തി തള്ളിയിട്ട് 150 കിലോ പച്ച പൈൻ മരക്കുരിശ് യേശുക്രിസ്തുവിൻ്റെ ദേഹത്തേക്ക് തള്ളിയിട്ട് യഹൂദന്മാർ ഈ പ്രവചനം തെറ്റിക്കാൻ, പടയാളികൾ തള്ളിയിട്ടു പ്രവചനം തെറ്റിക്കുവാൻ. 3 പ്രാവശ്യം തമിഴിൽ പറയുന്നു കുപ്രം കുത്തി വീണെന്ന, മുഖം കുപ്രം കുത്തി വീണു. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഒന്ന് സമർപ്പിച്ച് കൊടുക്കുക. ഈ 2025 നെകളിക്കല്ലേ ആരെയും.
കിട്ടിയ കൃപയെ കളയാതെ സൂക്ഷിക്കണേ. എന്താ ഇപ്പൊ കൃപ കിട്ടാത്ത? എന്തുകൊണ്ട് കൃപ കിട്ടുന്നില്ല? ഞാൻ ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ഒരു അംശം പോലും വചനം അറിയില്ല. പക്ഷേ ഒരു വാചനമെടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങൾ ആത്മനിറവിലായിട്ടുണ്ട്. ട്രിവാൻഡ്രം ജില്ലയിൽ വെള്ളറ എന്ന് പറയുന്ന സ്ഥലത്ത് പാട്ടം തലയ്ക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഒരു ബന്ധുവാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. പക്ഷേ ഞാൻ പറയാം, ഇന്നോടെ ശുശ്രൂഷ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പ്രവചിക്കുക, കൊച്ചു കുഞ്ഞുങ്ങൾ പ്രവചിക്കുക. ഇന്നെന്താ പ്രവചിക്കാത്ത? തല കഴിച്ച് കുലിക്കിയാൽ എന്താ പ്രവചിക്കാത്ത? ദൈവവചനാർക്കും വേണ്ട. ഈ കറനീർന്ന് പ്രസംഗിക്കുന്നവനെ ഒരുത്തനെ വിളിക്കത്തില്ല. ഓ മകനെ മകളെ, മഞ്ഞ് പെയ്യുന്നിടത്ത് കാണുന്നു, പാസ്പോർട്ട് ബന്ധിച്ചു വച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് പറച്ചിൽ. എന്നും ബന്ധന, ഒരിക്കലും ബന്ധനം അഴിയില്ല. എവിടുന്ന ഈ ബന്ധനം വരുന്നത്? അത് വേറെ വിഷയം, ഞാൻ വിടുക. എൻ്റെ ചിന്താവിഷയം ചലിക്കാതെ കിടക്കുന്നതിനെ ചലിപ്പിച്ച് ഉയർത്തുന്ന ദൈവം. ഞാനൊരു പോയിന്റിൽ നിർത്തുകയാണ്. ഞാൻ വിചാരിച്ച എൻ്റെ ക്യാമറ പോയെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ എന്നെ കാണാൻ പറ്റുന്നില്ല എന്ന് പലരും പറയും. കാണണ്ട, എന്നെ കാണണ്ട, വചനം കേട്ടാ മതി. എന്തായാലും ഇവിടുത്തെ കൊച്ച് അതെടുത്തോണ്ട് പോയി ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ട് തന്നു. ഇന്ന് കണ്ട് പ്രസംഗിക്കുക, കണ്ട് കേൾക്കാം. സ്വത്രം കണ്ട് കേട്ടിട്ടൊന്നും കുഴപ്പമോ? വചനം കേൾക്കുക. റോമർ 10:17 ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. 2024 കൃപ എനിക്ക് പ്രാപിക്കണം. ഞാൻ പ്രാപിക്കും. അഹങ്കാരം പറയുന്നതല്ല, എൻ്റെ അപ്പൻ്റെ മുൻപാകെയാ പറയുന്നത്. എൻ്റെ നേരെ ഒരു ഭൂതവും നിൽക്കത്തില്ല. എൻ്റെ പേര് കേട്ടാ ഓടും. മനസ്സിലായില്ലേ? ഓടിയിട്ടുണ്ട്. ഭൂതത്തെ ഓടിക്കാൻ കോഴിക്കോട്ട് നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭൂതം അവിടെ വിളിച്ചു പറയും, അതാ വരുന്നു. പാലക്കാട്ട് ഒരിടത്ത് ഭൂതം ഓടിക്കാനായിട്ട് കോഴിക്കോട്ട് നിന്ന് പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, അതാ എന്നെ ഓടിക്കാൻ പറ്റിയവൻ അതാ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവർ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതായത് വണ്ടിത്താവളം IPCയിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതൊന്നും ചുമ്മാ പറയുന്നില്ല, മുക്കത്തുള്ള ഒരു സഭയിലെ കാര്യമായി പറയുന്നത്. പേര് കേട്ടാൽ വിറയ്ക്കണം. ഭാര്യ അവരെ യോനാച്ചാന് മാത്രമല്ല കൃപ കൊടുക്കുന്നത്. ദൈവമക്കളെ, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:28-29 അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃത്തന്മാർ ദർശനങ്ങളെ കാണും. പോരാന്ന് വരികൾ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. പകർന്നില്ലേ? കാത്തിരുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ആത്മാവ് പകർന്നില്ലേ? അപ്പോസ്തല പ്രവൃത്തി 1:4, 1:8, 1:11, 12, 1:11. അത് കഴിഞ്ഞ് 2-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ കൂടിയിരുന്ന 120 പേർ യേശുവിൻ്റെ അമ്മ മറിയയുടെ കൂടെ ആത്മാവിനെ പറന്ന് അന്യഭാഷകളിൽ അവർ സംസാരിച്ചു എന്നല്ല, സംസാരിച്ചു തുടങ്ങി. ഇന്നും തുടങ്ങുന്നു. ചിലർ പറയും അന്യഭാഷ വേണ്ട എന്ന്. ഭാഗത്തിനി തലത്തറവ ഹംസ സിത്ത സഭ സമാനിയ തിസ അക്ഷര ഇതാക്ഷർ തിനാക്ഷർ തത്താക്ഷർ അർബാത്താക്ഷർ. ഹംസാക്ഷർ എന്ന് പറയാനേ അവർക്കറിയൂ. പക്ഷേ ഇതേ സ്വർഗീയ ഭാഷ സംസാരിക്കണമെങ്കിൽ ആമൻ ഞങ്ങളെ പോലുള്ളവരെ പറ്റത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ അന്യഭാഷ സംസാരിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്നു എങ്കിൽ ഇതിനേക്കാൾ അധികം ഞാൻ സംസാരിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നവരെ വിലക്കരുത്. വിലക്കികള്, മുടക്കികള്. സ്തോത്രം. ചിന്താവിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. അവിടെ ഇങ്ങനെ പറയുന്നു. എന്താണ് അവിടെ പറയുന്നത്?
ഒന്ന് റഗബ്ധനാദിയാന്തുരക്ഷസി, രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെ. പെട്ടെന്ന് വായിക്കാം. 6-ാം വാക്യം. അയ്യോ, എൻ്റെ കോടാലി ഒരു വെള്ളത്തിൽ വീണു. നീ വീണ സ്ഥലം എവിടെയാ? ഏത് വചന അടിസ്ഥാനത്തിലാ? 10 കൽപ്പനയിൽ 7-ാം ക്ലാസ്സിലാണോ നീ വീണത്? 1-ാം ക്ലാസ്സിലാണ്? LKG-യിലാണോ? അല്ല, 1-ാം ക്ലാസ്സിലാണ്. 10-ാം ക്ലാസ്സല്ലേ ഉള്ളൂ. 1-ാം ക്ലാസ്സിലാണ് വീണേ? 10-ാം ക്ലാസ്സിലാണ് വീണേ എന്ന് പുറപ്പാട് ദിവസം 20-ാം അധ്യായം എടുത്തിട്ട് പഠിച്ചിട്ട് വീണ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ വീണു. ചിലർ പറയും, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പിന്നെ പറയും, ഏത് ആത്മാവിനാൽ, 100 സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവ്. ഏതാത്മാവ് എന്ന് അറിയത്തില്ല അവർക്ക്. ഇവിടെ പരിശുദ്ധാത്മാവിനാലാ എഴുതിയേ. ഇനി അത് ഏതാത്മാവിനാലെന്ന് പറയരുത്. പബ്ലിക്കിൽ ചെന്നിരുന്ന് കൺവെൻഷൻ ശരി എന്ന് പറയും, ഏതാത്മാവിനാൽ എഴുതപ്പെട്ടെന്ന്. ഏതാത്മാവിനാലാ? യെശയ്യാപ്രവചനം 34:16, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1:19 മുതൽ 21 വരെ വ്യക്തമായി പറയുന്നില്ലേ? പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ച വചനങ്ങളാ പറയുന്നു. ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അത് അറിയത്തില്ല അവന് ഏതാത്മാവാന്ന്. അവനിലിരിക്കുന്ന ഏതാത്മാവാ? വാഴകടകക്ഷരാതി, തിരുവചനം പഠിക്കുന്നേ, തിരുവചനം ധ്യാനിക്കുന്നേ. പിന്നെ പറയുന്നു, ആരോടൊക്കെയോ എന്തൊക്കെയോ ആത്മാവ് പറയുന്നു. അത് ശരിയാ. പരിശുദ്ധാത്മാവ് അങ്ങനെ പറയത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നതിന് വ്യക്തതയുണ്ട്, തെളിവുണ്ട്. അതൊരു ദിവസം ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം. അങ്ങനെ കോടാലി ഒരു വെള്ളത്തിൽ വീണു. അയാൾ നിലവിളിച്ചു. എവിടെ വീണു? ഇന്നടത്ത് വീണെന്ന് പറഞ്ഞ പ്രവാചകന് മനസ്സിലായി. നീ കള്ളം പറഞ്ഞാലും പ്രവാചകന്മാർക്ക് മനസ്സിലാവും, പ്രഭാകരന്മാർക്ക് മനസ്സിലാകത്തില്ല. അയ്യോ, കോടാലി ഒരു എവിടെ വീണു? ഏത് വചനത്തിൽ വീണു? വീണ സ്ഥലം കാണിച്ചു കൊടുത്തു. കൊമ്പ് വെട്ടി എറിഞ്ഞു. കൊമ്പിൽ കൂടെ അദ്ദേഹത്തിൽ വ്യാപരിച്ച ഇരട്ടി പവർ, അതുനഘടകക്ഷി ഇരട്ടി പവർ ആ കൊമ്പിലേക്ക് വ്യാപരിച്ച് കൊമ്പ് ചെന്ന് പാപത്തിൽ കിടന്ന, പാപത്തിന്റെ ചെളിയിലേക്ക് ആഴ്ന്നിറങ്ങിക്കിടന്ന വ്യക്തിയെ, കോടാലിയെ, അതിനെ പൊക്കിക്കൊണ്ട് വന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ പാവികളുടെ അരികിലേക്ക് പോകുമ്പോൾ പറയും, ഐ ആം നത്തിങ്, ഞാനൊന്നുമില്ല. അവൻ്റെ വെയിറ്റൊക്കെ മാറി, വെയിറ്റ് മാറി. അവസാനം പറഞ്ഞു, ഈ ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഈ യജമാനൻ്റെ കയ്യിലിരുന്ന കൊമ്പ് പവറോടുകൂടെ താഴേക്ക് ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ പാപിയാണ് കർത്താവേ, പാപത്തെ ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. യെശയ്യാ 1:18, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1:7, കഴുകി ശുദ്ധീകരിക്കണമേ. അത് കോടാലി ഒരു ഫോമായി മാറി, പൊങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, കൈ നീട്ടിയെടുത്തുകൊള്ളുക. 2 ദൂത് പറഞ്ഞു നിർത്തുന്നു. 1, 2025 നീ ഉയരുകയില്ലെന്നും നീ ഉയർത്തുകയില്ലെന്നും നിന്റെ തലമുറകളെ ഉയർത്തത്തില്ലെന്നും നാലുകെട്ടി ചെളിക്കുഴിയിൽ കടക്കുന്നതിനെ സ്വർഗത്തിലെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും. 2, അന്തൽഗമന ഘടകക്ഷസി, ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നീ നിന്റെ കൈക്കഴികിൽ നിൽക്കുന്നു. കൈയുടെ നീളത്ത് കൈ നീട്ടി അതെടുത്തുകൊള്ളുക. ചലിക്കാതെ കിടക്കുന്നതിനെ ചലിപ്പിച്ച് കരം നീട്ടി എടുക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ 2025 വെളിപ്പെടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് അറിയിക്കുന്നു. 1, ഉയരുകയില്ല, നിന്റെ തല ഉയർത്താൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ തലമുറകളെ ചെളിക്കുഴിക്കകത്തിട്ടിരിക്കുകയാണോ? ആമൻ. ആത്മാവിൻ്റെ കോല് വെട്ടി അപ്പൽഖമനകട യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിന് നിഴലായിരിക്കുന്ന ആ കൊമ്പ് അർഗമനകട ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ താഴേക്ക് പാവികളെ രക്ഷിപ്പാൻ തിമോഥെയോസിന് 1-ാം ലേഖനം 1:15 പറയുന്നു. ക്രിസ്തു യേശുവിൽ ആമൻ സ്വത്രം ഇങ്ങനെ പറയുന്നു, ആമൻ, ആ പാവികളിൽ ഞാൻ ഒന്നാമൻ. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയാ, ക്രിസ്തു യേശു പാവികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും അത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാവികളിൽ ഞാൻ ഒന്നാമൻ. വിളിച്ചു പറ കുറവുകളെ പറഞ്ഞാൽ, സഹോദര സഹോദരി,
ജാതി മത വർഗ ഭാഷമനെ വ്യത്യാസമനെ എന്നെ ശ്രവിക്കുന്ന കുഞ്ഞുങ്ങളെ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ, നീ എത്ര പാപത്തിൽ കിടന്നാലും യെശയ്യാ 1:18 പറയുന്നത് പോലെ നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിച്ചു കൊടുക്കുക. ചലിക്കാതെ കിടന്ന കോടാലിയെ ചലിപ്പിച്ച് ഉയർത്തിയ എൻ്റെ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെ തലമുറകളെ ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് 2025 ദൂത് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പിതാവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിൻ്റെ വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപ കൂടിയിരിക്കണമേ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി അടിയൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. കർത്താവെ, എല്ലാ വിശ്വാസ കുടുംബങ്ങളെയും ദൈവദാസന്മാരെ ദാസിമാരെ ലോകത്തിലെ 5 വൻകരയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർ കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 29 മുഖ്യന്മാർക്ക് വേണ്ടി, സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോക രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയൻ താമസിക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ. പോലീസ് അധികാരികൾ, കർത്താവ്, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് സമാധാനവും സന്തോഷവും കൊടുക്കണമേ. കർത്താവിൻ്റെ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ ഒന്നും വരാതെ ദൈവം കാക്കണമേ, പരിപാലിക്കണമേ. അടിയനെ താഴ്ത്തുന്നു. ഈ ആലയത്തിൽ നിന്നുകൊണ്ട് ദൈവവചന ശുശ്രൂഷിപ്പാൻ അവസരമൊരുക്കുക. ആ പ്രിയ കുടുംബത്തെയും ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടുള്ള നന്ദി മുഴുമകത്വം അവിടുന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ. അബണ്ടൻലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ.